തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. ആ നിലയിലുള്ള പരിഗണന എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമം, വികസനം, ശാക്തീകരണം ഈ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമെല്ലാം നടത്തി വരുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാവണം. പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയണം. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം അതുപോലുള്ള മേഖലകളിൽ കൂടുതൽ സർഗാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. അതിനെല്ലാം പുതിയ ജില്ലാ പഞ്ചായത്തിന് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന മണിയൂർ ഡിവിഷൻ നല്ല നിലയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പുവരുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. മണിയൂർ ഇടതുപക്ഷത്തിൻ്റെ ശക്തികേന്ദ്രമാണ്. മണിയൂർ പഞ്ചായത്ത് മുഴുവനും തിരുവള്ളൂർ പഞ്ചായത്തിലെ തിരുവള്ളൂർ, തോടന്നൂർ, അതുപോലെ വെള്ളൂക്കര, പിന്നെ ചെമ്മരത്തൂർ, മണിയൂർ പഞ്ചായത്തിലെ കുട്ടോത്ത്, അതുപോലെ വില്യാപ്പള്ളി, അത് ഈ ഡിവിഷനുകളാണ്. തോടന്നൂർ ബ്ലോക്കിലെ ഈ ഡിവിഷനുകളാണ് മണിയൂർ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വലിയ അടിത്തറയുള്ള പ്രദേശമാണ്. മണിയൂർ ഗ്രാമപഞ്ചായത്തിലും വില്യാപ്പള്ളി പഞ്ചായത്തിലും ഇടതുപക്ഷ ഭരണമാണ് ഉണ്ടായിരുന്നത്. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. മണിയൂർ ഡിവിഷൻ കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വിജയിച്ചത്. അതിൻ്റെ എല്ലാം ഭാഗമായി മാത്രവുമല്ല, കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിലെ ഡിവിഷനാണിത്. KP കുഞ്ഞമ്മദ് മാസ്റ്റർ MLA നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം ആ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം സ്വാധീനം ജനങ്ങൾ വോട്ടിങ്ങിൽ പ്രതിഫലിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.